യെസ്, തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സർക്കാരിനോട് ഇടയുന്നു ലത്തീൻ സഭ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് JB കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ എന്താണ് നടപ്പിലാക്കിയത് എന്ന് ചോദിക്കുകയാണ് സഭ. KRLCC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡിന്റെ കൂടി പ്രതികരണം കേൾക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നേരത്തെ കേരളത്തിലെ തീരദേശങ്ങളിൽ പ്രധാനമായിട്ട് അധിവസിക്കുന്ന ഒരു സമൂഹമാണ് ലത്തീൻ കത്തോലിക്ക സമൂഹം. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് സർക്കാരിന് മുൻപിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ മുൻപിൽ സമുദായം നേരിടുന്ന അല്ലെങ്കിൽ ഈ പ്രദേശം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. ഈ പ്രശ്നങ്ങളോട് ഏത് വിധത്തിലാണ് ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കുന്നത്? ആ പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് KRLCC ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ഇതിനകം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് സ്വാഭാവികമായ രീതികളിലൂടെ ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ഈ ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വളരെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയായിരിക്കും സമുദായം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നത്. പാർട്ടികളോട് നേരിട്ട് ചർച്ച നടത്തുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു? നേരിട്ട് ഇതുവരെ ചർച്ചകൾ നടത്തിയിട്ടില്ല. അതിന് സമയമാവുന്നില്ല. എനിക്ക് തോന്നുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ തിരക്കിലാണ്. പക്ഷെ ഉചിതമായ സമയത്ത് അത്തരം ആവശ്യങ്ങൾ രേഖാമൂലം സംവിധാനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നേരിട്ടുള്ള ചർച്ചകൾ നമ്മൾ ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല. പ്രധാനം ഈ തീരമേഖലകൾ കേന്ദ്രീകരിച്ചാണല്ലോ ലത്തീൻ സഭ കൂടുതലായിട്ടൊരു പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് കൂടുതൽ പ്രാതിനിധ്യം ആവശ്യപ്പെടും. പ്രാതിനിധ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ തീരദേശത്ത് തിങ്ങി താമസിക്കുന്ന പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കൊച്ചി ഈ മേഖലകളിൽ പ്രധാനപ്പെട്ട ഒരു ജനസമൂഹമാണ് ലത്തീൻ കത്തോലിക്കർ. സ്വാഭാവികമായും അവർ റെപ്രസെന്റ് ചെയ്യപ്പെടണം. അധികാര സ്ഥാനങ്ങളിലും ജനാധിപത്യ സംവിധാനങ്ങളിലും ആ പ്രദേശത്തുള്ളവർ പ്രതിനിധീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സമീപനങ്ങളിൽ എങ്ങനെ കാണുന്നത്? പല വിഷയങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നുണ്ട്? സഭയോട് ഒരു അനുഭാവപൂർവമായ ഒരു സമീപനവും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ അനുഭാവം നമുക്ക് പ്രകടമായിട്ട് കാണാം. പക്ഷെ പ്രായോഗികമായിട്ട് അവയൊന്നും നടപ്പിലാക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് JB കോച്ചി കമ്മീഷന്റെ പുതിയ വിവരം അനുസരിച്ച് 502 ശുപാർശകളാണ് നിയമസഭയിൽ ന്യൂനപക്ഷ മന്ത്രി പറഞ്ഞത്. 502 ശുപാർശകളുണ്ടെന്ന് നമ്മൾ നേരത്തെ അതിനെപ്പറ്റി കേട്ടിട്ടില്ല. കാരണം ആദ്യമായിട്ടാണ് 502 ശുപാർശകളിൽ 202 ശുപാർശകൾ നടപ്പിലാക്കിയെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി. പക്ഷെ നമുക്ക് അത് അനുഭവപ്പെടുന്നില്ല. ഏത് കാര്യങ്ങളാണ് നടപ്പിലാക്കിയതെന്ന് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പൊ ആ കാര്യങ്ങൾ വിശദീകരിച്ചാൽ വളരെ വ്യക്തമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ JB കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് ആദ്യമേ പ്രസിദ്ധീകരിക്കുക. അതിന്റെ മുൻഗണന നിശ്ചയിച്ചിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളത് ബന്ധപ്പെട്ട കക്ഷികളുമായിട്ട് ആലോചിച്ചിട്ട് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക. ഇതാണ് പ്രായോഗികമായ മാർഗം. ഇപ്പോൾ ഓരോ മന്ത്രിമാരും ഓരോ ദിവസവും ഓരോ കണക്ക് പറയുക, ജനം കൺഫ്യൂഷനിലാവുക, അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തത് എന്നുള്ളത് ദുരൂഹമായിട്ട് തന്നെ തുടരുകയാണ്. മന്ത്രി പറയുന്നു 202 ശുപാർശകൾ ഇതിനകം നടപ്പിലാക്കിയെന്ന്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, നമുക്കത് അനുഭവപ്പെടുന്നില്ല. അത്തരം കൺഫ്യൂഷൻസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതേപോലെ പല ഘടകങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് തീരദേശ സംരക്ഷണം, ചെല്ലാനം പദ്ധതി ഗവൺമെന്റ് താല്പര്യമെടുത്തു. അതിന് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പക്ഷെ അതേപോലെ ധാരാളം തീരപ്രദേശങ്ങൾ കേരളത്തിലുടനീളമുണ്ട്. അവിടെയൊക്കെ ഗവൺമെന്റിന്റെ കാര്യമായ ഇടപെടൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. തീരം സംരക്ഷിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം സംരക്ഷിക്കുന്നതിനും കാര്യമായ പദ്ധതികൾ ഉണ്ടാവണം. വ്യക്തമായി സമുദായ സംഘടനകൾ രാഷ്ട്രീയം പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. NSS, SNDP എല്ലാം ആ രീതിയിൽ തന്നെ പറയുകയുമല്ല. ലത്തീൻ സഭ കുറച്ചുകൂടി പ്രകടമായി ഇതിലേക്ക് വരാത്തത്. ലത്തീൻ സഭ വാസ്തവത്തിൽ ചരിത്രത്തിന്റെ ആരംഭം മുതൽ തന്നെ അത്തരത്തിലുള്ള വളരെ പക്വമായൊരു നിലപാട് സ്വീകരിക്കുന്നവരാണ്. പല വിധത്തിലും പല സന്ദർഭങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയും സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാറില്ല. ഞങ്ങളുടെ ആഗ്രഹവും ആവശ്യങ്ങളും നമ്മൾ ബന്ധപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ആ രീതിയിൽ അറിയിക്കും. അവരുടെ പ്രതികരണത്തെ വിലയിരുത്തിക്കൊണ്ട് ഞങ്ങളൊരു നിലപാട് സ്വീകരിക്കും. അതുകൊണ്ടല്ലേ പൊതുവിൽ അങ്ങനെ പിന്മാറ്റം, കൂടുതൽ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ പോകുന്നു? അതായിരിക്കാം ഒരു നേരത്തെ പറഞ്ഞ മറ്റ് സാമുദായിക സംഘടനകൾ നടത്തുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ശീലവും ശൈലിയും നമ്മുടേതായ ഒരു
മൂല്യ അടിത്തറയുമുണ്ട്. അതിൽ നിന്ന് മാത്രമേ ലത്തീൻ സമുദായം ഇതുവരെ പ്രവർത്തിക്കുന്നു. കാലമായെന്ന് തോന്നുന്നു. ആലോചിക്കാം. സഭയ്ക്ക് സ്ഥാനാർത്ഥികൾ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. തീർച്ചയായിട്ടും സഭയ്ക്ക് സഭാംഗങ്ങളായ, കാരണം അത് റെപ്രസെന്റേഷന്റെ ഒരു പ്രശ്നമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ ഓരോ ജനവിഭാഗങ്ങളും മതിയായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യപ്പെടുക, പ്രതിനിധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു വിജയത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്. ആ രീതിയിൽ ലത്തീൻ കത്തോലിക്കരും മറ്റെല്ലാ സമൂഹങ്ങളും ആവശ്യമായ രീതിയിൽ, അർഹമായ രീതിയിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ വേണം. സഭയും സമുദായ സ്ഥാനാർത്ഥികൾ വേണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമുദായം പ്രകടനം മോശമാക്കിയില്ല എന്നാണ് ഒരു. തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ, കാരണം കേരളത്തിൽ ഉടനീളമുള്ള ഞങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നല്ല ഗണ്യമായ എണ്ണം സ്ഥാനാർത്ഥികൾ വിജയം കണ്ടെത്തി എന്നുള്ളത് സന്തോഷകരമാണ്. പ്രത്യേകിച്ച് തീരപ്രദേശം പരിഗണിക്കണം എന്ന് തന്നെയാണ്. അത് ഗവൺമെന്റ് രാഷ്ട്രീയ പാർട്ടികൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ. സഭയുടെ ആവശ്യങ്ങൾ അനുഭാവപൂർണ്ണം പരിഗണിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് സഭ വെച്ച് പുലർത്തുന്നത്. അവിടെയാണ് സഭ സമദൂരമാണ് പുലർത്തുന്നത് എങ്കിൽ പോലും ചില നിലപാടുകളും ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല എങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറയുന്നു. അവിടെ ഡാനി, നമുക്ക് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ പറ്റുന്നത് സഭയ്ക്ക് കൂടുതൽ താല്പര്യം UDF-നോട് ഈ ഘട്ടത്തിൽ എന്ന് തന്നെയല്ലേ? ഒരു സംശയവുമില്ല അഭിലാഷ കാര്യത്തിൽ. ഇതിൽ സഭയ്ക്ക് കൂടുതൽ താല്പര്യം UDF-നോട് തന്നെയാണ്, അല്ലെങ്കിൽ സമുദായാംഗങ്ങൾ കൂടുതൽ പേർ ആ രീതിയിൽ ചിന്തിക്കുന്നു എന്നെല്ലാം തന്നെ ഇതിനിടയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം നേരത്തെ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ കൂടിയായ ഫാദർ ഫ്രാൻസിസ് പറയുമ്പോൾ ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പരിഗണന നൽകിയത് UDF ആണ് കൂടുതൽ പരിഗണന നൽകിയതെന്ന് പറയുന്നു. കൂടുതൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നതും ആ വിഭാഗത്തെ UDF-നെ പ്രതിദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് കൂടുതൽ പേർ വിജയിച്ചു വന്നത്. അവർ തങ്ങളുടെ ഒരു ശക്തി മനസ്സിലാക്കുന്നു എന്ന സൂചന കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം സർക്കാർ നാളിതുവരെയായിട്ടും ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ ശുപാർശകൾ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. പരിഗണിച്ചു എന്ന് സർക്കാർ പറയുന്നു. ഇപ്പോൾ ജോസഫ് ജൂഡിന്റെ പറച്ചിലുണ്ട് 202ഓളം കാര്യങ്ങൾ ചെയ്തു തീർത്തതായിട്ട് സർക്കാർ പറയുമ്പോൾ അത് എന്താണ്, ഏത് രീതിയിലാണ്, എന്ത് മുൻഗണനാക്രമത്തിലാണ് അതെല്ലാം നടപ്പിലാക്കിയതെന്നത് തങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. തങ്ങളാണ് ഇതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ഇത്തരം ശുപാർശകളുടെ. പക്ഷേ യാതൊരു രീതിയിലും സമുദായത്തിന് അത് ബോധ്യപ്പെട്ടിട്ടില്ല, അങ്ങനെയൊന്നും നടപ്പിലാക്കുന്നില്ല എന്ന് സഭയുടെ വിലയിരുത്തലിലെല്ലാം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാനെന്ന് ലത്തീൻ സഭ ശക്തിയായി ആവശ്യപ്പെടുമ്പോൾ അത് തീർച്ചയായും ഇടതുപക്ഷത്തിനുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണത് വരുന്നത്. പ്രത്യേകിച്ച് അവർക്ക് സ്വാധീനമുള്ള മേഖലകൾ എന്ന് പറയുന്നത് തീരമേഖലകളോടാണ് കൂടുതൽ സ്വാധീനമുള്ളത്. ആലപ്പുഴ ആയാലും കൊച്ചി ആയാലും തിരുവനന്തപുരമായാലും കൊല്ലമായാലും ഇവിടങ്ങളിലെല്ലാം തന്നെയും കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ട്. അവിടെ തങ്ങൾക്ക് ഒരു മികച്ച വോട്ട് ഷെയറും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് എന്നതുകൂടി വളരെ സൗമ്യമായി എന്നാൽ വളരെ ശക്തമായിട്ട് തന്നെ അത് അടിവരയിടുന്നുണ്ട് സഭ. ഈ ചുവരെഴുത്തുകൾ വായിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതുവരെയും നമുക്കറിയാം ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ ശുപാർശകൾ എന്താണ് എന്നതും നടപ്പിലാക്കിയത് എന്താണ് എന്നതും സർക്കാർ തുറന്നു പറയാൻ തയ്യാറാകണം എന്നതാണ് ലത്തീൻ സഭ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അല്ലായെങ്കിൽ അത് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. തീർച്ചയായും അവിടെ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടപ്പിലാക്കിയത് എന്തൊക്കെയെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഇനിയിപ്പോൾ UDF-നെ പിന്തുണയ്ക്കുകയും അടുത്ത സർക്കാർ UDF ആയി ആണ് എങ്കിൽ അത് ആ സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വെല്ലുവിളി മുന്നിലേക്ക് വരാൻ പോകുന്ന പശ്ചാത്തലമല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ സഭയുടെയൊക്കെ പിന്തുണ ലഭിച്ച് വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു വലതുപക്ഷമെങ്കിൽ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. അങ്ങനെ ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത് ഡാനി? അങ്ങനെ തന്നെയാണ് അഭിലാഷ്. കാരണം എനിക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് ചില ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം തന്നെ ചർച്ചകൾ നടക്കുന്നു. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഒരു വളരെ നേരത്തെ തന്നെ ചർച്ചകളും മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തി വരുന്നതായിട്ട് തന്നെയല്ലേ നമുക്ക് ബോധ്യപ്പെടുന്നത്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലുള്ള കാര്യങ്ങളിലേക്ക് പോലും പലപ്പോഴും നടന്ന് പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സഭകളുമായിട്ടെല്ലാം തന്നെയും സമുദായങ്ങളുമായിട്ടെല്ലാം ചർച്ചകൾ പൂർത്തിയാക്കി വരികയാണ്. അതിൽ ഇവരുടേതായ ലത്തീൻ സഭയുടേതായ ആവശ്യങ്ങളും ഇതിനകം രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ ഇതാണ്.
പ്രത്യേകിച്ച് ഇടതുപക്ഷത്തോട് പ്രത്യേകിച്ച് ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സർക്കാർ തന്നെ ഇടതുപക്ഷമാണ്. അപ്പോൾ സർക്കാരാണ് അത്തരം കാര്യങ്ങൾ പരിഗണിക്കേണ്ടത്. ആ സർക്കാരിൽ നിന്നാണ് ജെബി കോശി കമ്മീഷൻ സംബന്ധിയായ കാര്യങ്ങളിൽ യാതൊരു രീതിയിലുള്ള നീതിയും തങ്ങൾക്ക് ലഭിച്ചതായി അനുഭവപ്പെടുന്നില്ല എന്ന് ഇവർ തന്നെ പറയുന്നത്, ലത്തീൻ സഭയും സമുദായവും തന്നെ പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ചർച്ച ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDF-മായി നടത്തിയിട്ടുണ്ടാകണം. കാരണം ഇക്കാര്യത്തിൽ എന്താണ് അവരുമായി നടത്തിയിട്ടുള്ള ഒരു സംവാദമെന്നും ഏത് രീതിയിലുള്ളൊരു ഉറപ്പ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സീറ്റുകൾ തങ്ങൾക്ക് നൽകിയത്, തങ്ങളെ കൂടുതൽ അംഗീകരിച്ചത് UDF ആണ് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അഭിലാഷ് ചോദിച്ചതുപോലെ തന്നെ കുറേ കൂടി കാര്യങ്ങൾ ജെബി കോശി കമ്മീഷൻ സംബന്ധിയായ കാര്യങ്ങൾ UDF-മായി ഇതിനകം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുകയും ചെയ്യുന്നത്. ഇവരുടെ ഈ കേരള CCയുടെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയുടെയും എല്ലാം തന്നെ കുറച്ചുകൂടി അനുഭാവപൂർണമായ ഒരു സമീപനം UDF-നോട് തന്നെയാണ്. നമുക്കറിയാം ലത്തീൻ സമുദായവും എല്ലാം കുറച്ച് അടുത്ത് നിൽക്കുന്നത് പറയേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാം കൊച്ചിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം, അവിടെ മേയർ എന്ന നിലയിലേക്ക് കൂടുതലായി ഉയർന്നു വന്നിരുന്ന പേര് ദീപ്തി മേരി വർഗീസിൻ്റേതായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ മറ്റൊരാൾ അവിടെ മിനിമോൾ മേയറായി വരുന്ന സാഹചര്യം. അതുമാത്രമല്ല, ഒരു ചടങ്ങിൽ മിനിമോൾ തന്നെ പറയുന്നു തൻ്റെ ഈ പദവിക്ക് പിന്നിൽ സഭയുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്ന്. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ ഉയർത്തിക്കാണിക്കപ്പെട്ട ഒരാളെ മാറ്റി പകരം മറ്റൊരാളെ മേയറാക്കുന്നു എന്നത് പോലും നമ്മൾ കണ്ടത്. അപ്പോൾ കൃത്യമായൊരു പരിഗണനയും ഇടവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF നൽകി, അല്ലെങ്കിൽ കോൺഗ്രസ് നൽകി. അങ്ങനെയല്ലേ വിലയിരുത്താൻ സാധിക്കുന്നത്? അതിന് പകരം ഈ ശരിദൂരമാണ് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നിഷ്പക്ഷമായ സമദൂരമാണ് എന്നൊക്കെ പറയുന്നു എന്നതിനപ്പുറത്ത് കൃത്യമായും സഭ അങ്ങനെ തന്നെയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും, ഇനിയും അങ്ങനെ തന്നെ, അതല്ലേ ബോധ്യപ്പെടുന്നത്? ഈ പറച്ചിലുകളിൽ സമദൂരവും ശരിദൂരവും എല്ലാം പറയുന്നുണ്ടെങ്കിലും കാലങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, സഭ എപ്പോഴും UDF-നോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പലപ്പോഴും തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ എറണാകുളത്ത് സ്ഥാനാർത്ഥിയെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ ലത്തീൻ സഭയ്ക്ക് മേധാവിത്വമുള്ള മേഖലകളിലെല്ലാം തന്നെ ആ രീതിയിലാണ് ഇതര മുന്നണികൾ പോലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതെന്ന് പോലും നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നത് UDF നടത്തിയത്, കോൺഗ്രസ് നടത്തിയത് തീർച്ചയായും സഭയിലേക്ക് ഒരു പാലം പണിയുക തന്നെയാണ് കൃത്യമായി ചെയ്തിരിക്കുന്നത്. അതിലൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കൃത്യമായ രീതിയിലൊരു സന്ദേശം തന്നെയാണ്. ഇപ്പോൾ ഈ വരാപ്പുഴ അതിരൂപത എന്ന് പറയുമ്പോൾ കൊച്ചിയുമായി ബന്ധപ്പെട്ട് എറണാകുളം മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിൽക്കുമ്പോൾ ഈ ലത്തീൻ സഭയിൽ നിന്ന് മാത്രം ഏതാണ്ട് 126ഓളം പേർ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. 126 ഒരു ചെറിയ സംഖ്യയല്ല, ഏതാണ്ട് 300-ലധികം 400ഓളം പേരാണ് മത്സര രംഗത്തേക്ക് ഉണ്ടായിരുന്നത്. എങ്കിൽ അതിൽ 126ഓളം പേര് വിവിധ ഇടങ്ങളിൽ നിന്നായിട്ട് തെരഞ്ഞെടുത്ത് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ കൊച്ചി കോർപ്പറേഷനിലേക്ക് തന്നെയും വലിയ രീതിയിൽ ഏതാണ്ട് 20ഓളം പേര് അതിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ ഈ കണക്കുകൾ ഒരു മികച്ച പ്രകടനം തന്നെ നടത്തിയെന്ന് വിലയിരുത്തപ്പെടുന്നതാണ്. അത് കൃത്യമായി UDF-നോട് ചേർന്ന് നിൽക്കുന്ന കണക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ മുന്നറിയിപ്പ് ഗൗരവതരമായ ഒരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. പ്രത്യേകിച്ച് ഈ കൊച്ചി മണ്ഡലം, അതോടൊപ്പം തന്നെ എറണാകുളം, തൃക്കാക്കരയിലേക്ക് വരുമ്പോൾ ഇവിടങ്ങളിലെല്ലാം തന്നെയും കൃത്യമായ രീതിയിലുള്ളൊരു വോട്ട് ഷെയർ ലത്തീൻ സഭയ്ക്ക് എറണാകുളത്തുണ്ട്. മറ്റു ഇടങ്ങളിലേക്ക് പോകുമ്പോഴും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന ലളിതമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് അത് കൃത്യമായി പാർട്ടികൾ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് സഭയും വിലയിരുത്തുന്നത്. അഭിലാഷ്, തീർച്ചയായും രാഷ്ട്രീയത്തിൽ മതത്തിന്റെ ഇടപെടൽ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ ഇടപെടാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഓരോ തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മത സാമുദായിക സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ചകൾ നടത്തുക, ചർച്ചകൾ നടത്തുക, ധാരണയിലേക്ക് എത്തുക. അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഒരു രീതിയാണ്. എങ്കിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തെ കൈവിടുന്നു എന്ന ഒരു പൊതുവിലയിരുത്തലുണ്ട്. അവിടെയാണ് ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് നടപ്പിലാക്കിയതെന്ന് ക്രൈസ്തവ വിഭാഗത്തിന് പോലും അറിയില്ല എന്ന സഭയുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. UDF-ൽ നിന്നാണ് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളത് എന്നുകൂടി സഭ പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പശ്ചാത്തലമാണുള്ളത്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ UDF-നെ പിന്തുണയ്ക്കുന്നു എന്ന ഒരു രീതി, അല്ലെങ്കിൽ എന്ന പ്രതിനിധി തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ എങ്ങനെയായിരിക്കും ഇടതുപക്ഷം മറികടക്കുക, അതിനെന്ത് തന്ത്രങ്ങളാണ് മെനയുക എന്നതും
വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.